യേശു ക്രിസ്തു ആർക്ക് വേണ്ടി വന്നു, ആർക്ക് വേണ്ടി അവൻ ഇനിയും വരാൻ പോകുന്നു, ഇതിനെക്കുറിച്ച് ഇന്ന് നമുക്ക് പരിശോധിക്കാം. യേശു ക്രിസ്തു ആർക്ക് വേണ്ടി വന്നു, ആർക്ക് വേണ്ടി ഇനി അവൻ വരാൻ പോകുന്നു. നമുക്ക് ബൈബിളിലേക്ക് നോക്കാം. എബ്രായ ലേഖനം 9-ാം അധ്യായം 26 മുതൽ ഞാൻ വായിക്കാം. പേജ് നമ്പർ 229. എന്നാൽ യേശു യുഗാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കാൻ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് യേശു കർത്താവിന്റെ മടങ്ങിവരവിനെ കുറിച്ച്. ഇന്ന് നാം ഒരു പുതിയ വിഷയത്തിലേക്ക് കയറുന്നു. യേശു ക്രിസ്തു ആർക്ക് വേണ്ടി വരുന്നു, ഇത് പഠിക്കണമെങ്കിൽ അവൻ ആർക്ക് വേണ്ടി വന്നു എന്ന് പഠിക്കണം. അപ്പോൾ ഇന്ന് നാം ആരംഭിക്കുന്ന ഈ ചിന്താ വിഷയത്തെ മൂന്നായിട്ട് തിരിക്കാം. ഒന്ന്, അവൻ ആർക്ക് വേണ്ടി വന്നു, അവൻ ആർക്ക് വേണ്ടി പോയി, അവൻ ആർക്ക് വേണ്ടി വരുന്നു. അവൻ ആർക്ക് വേണ്ടി വന്നു, ഇതൊന്നാമത്തെ ചിന്താ വിഷയം. അതായത് യേശു ഈ ഭൂമിയിലേക്ക് വന്നതാർക്കു വേണ്ടി, എന്ന് വന്നു, എവിടെ വന്നു, ആർക്കത് പ്രയോജനം കിട്ടി. നമുക്കറിയാം യേശു ഭൂമിയിൽ വന്നിട്ട് ഇപ്പോൾ 2000 വർഷം കഴിഞ്ഞു. ദൈവമില്ല എന്ന് പഠിപ്പിക്കുന്നവൻ പോലും ഒരു കലണ്ടർ എടുത്താൽ, ഒരു ഡയറി എടുത്താൽ AD BC എന്ന് പറഞ്ഞേ എഴുതാൻ പറ്റുള്ളൂ. ആര് സ്ഥാപിച്ചതായാലും ലോക കലണ്ടറിനെ രണ്ടാക്കി തിരിച്ച വ്യക്തിയുടെ പേര് യേശു. ബിഫോർ ക്രൈസ്റ്റ്, ആഫ്റ്റർ ഡെത്ത് എന്ന് വേണമെങ്കിൽ പറയാം. അന്നോ ഡൊമിനി, നമ്മുടെ കർത്താവിന്റെ വർഷമെന്നും ADക്ക് വ്യാഖ്യാനമുണ്ട്. ഒരു സാധാരണ പഠിതാവിന് ഇങ്ങനെ പറയാം: യേശുവിന് മുൻപ്, യേശുവിന് ശേഷം. പണ്ടൊരിക്കൽ ഒരു മനുഷ്യൻ, അയാള് നിയമ ബിരുദധാരിയായ ഒരു മനുഷ്യൻ, ക്രിസ്തുവിന്റെ ജനനം, ജീവിതം, ഉയർത്തെഴുന്നേൽപ്പ് തുടങ്ങിയ വസ്തുതകളെ നിഷേധിക്കുവാനുള്ള തെളിവ് അന്വേഷിച്ചു പോയി എന്ന് വായിച്ചിട്ടുണ്ട്. അദ്ദേഹം നിഷേധിക്കാൻ വേണ്ടി തെളിവുകൾ അന്വേഷിച്ച് പലസ്തീൻ നാട് ചുറ്റിക്കറങ്ങിയപ്പോൾ അദ്ദേഹം ഒരു സത്യസന്ധനായ എഴുത്തുകാരനായതുകൊണ്ട് കിട്ടിയ വസ്തുതകളെല്ലാം എഴുതി കൂട്ടി വന്നപ്പോൾ യേശുക്രിസ്തു ചരിത്ര പുരുഷൻ എന്നേ എഴുതാൻ പറ്റുകയുള്ളൂ. ചരിത്രത്തിൽ അങ്ങനെ ഒരാളില്ല എന്ന് സ്ഥാപിക്കാനാണ് അധ്വാനിച്ചതെങ്കിലും പേപ്പറുകളെല്ലാം കൂടെ കൂട്ടിവെച്ചപ്പോൾ യേശുക്രിസ്തു ചരിത്ര പുരുഷൻ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞൊരു വാചകം രസകരമാണ്. ഹിസ്റ്ററി എന്ന ഇംഗ്ലീഷ് വാക്കിനെ രണ്ടായിട്ട് മുറിക്കുക. ഹിസ് സ്റ്റോറി. ചരിത്രം എന്ന് പറഞ്ഞാൽ ഹിസ് സ്റ്റോറി, അവന്റെ കഥയാണ്. ലോക ചരിത്രം പഠിക്കണമെങ്കിൽ ക്രിസ്തുവിന് മുമ്പ്, ക്രിസ്തുവിന് ശേഷം എന്ന് പറഞ്ഞേ പഠിക്കാൻ പറ്റൂ. അപ്പൊ ചരിത്രത്തെ രണ്ടായി മുറിച്ചുകൊണ്ട് യേശു ചരിത്രത്തിന്റെ നടുവിൽ നിൽക്കുന്നു. നിഷേധിക്കാൻ പറ്റാത്ത തെളിവുകൾ തന്നുകൊണ്ട് യേശു ചരിത്ര പുരുഷനായിട്ട് നിൽക്കുന്നു. യേശു എവിടെയാണ് അവതരിച്ചത്? പലസ്തീൻ നാട്ടിലാണ്. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു? എന്തുകൊണ്ടത് കേരളത്തിൽ, കാശ്മീരിൽ, കന്യാകുമാരിയിൽ ആയിക്കൂടാ? ഉത്തരം, ഭൂലോകത്തിന്റെ മധ്യസ്ഥാനമെന്ന് ഭൂമിശാസ്ത്ര പഠനം നടത്തുന്നവർ പറയുന്ന സ്ഥലം ഏതാണെന്ന് താങ്കൾക്കറിയാമോ? മധ്യധരണി കടൽ എവിടെ ഏത് ഭാഗത്തൂടെ പോകുന്നു? ഭൂലോകത്തിന്റെ മധ്യസ്ഥാനമെന്ന് പലസ്തീൻ നാടിനെ വിളിക്കാമെന്ന് ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുന്നവർ പറയുന്നു. അതെ, ഭൂലോകത്തിന്റെ മധ്യഭാഗത്ത് ലോകരക്ഷകൻ ജാതനാകുക എന്നുള്ളത് ഒരു സാമാന്യ നീതി മാത്രമാണ്. ഒരു കൊച്ചു ഗ്രാമത്തിൽ ബേത്ലഹേമിൽ യേശു ജനിച്ചു. യേശു ജനിക്കുമ്പോൾ ബേത്ലഹേം കൂത്താട്ടുകുളത്തേക്കാൾ, എറണാകുളത്തേക്കാൾ, ആലുവയേക്കാൾ, നിങ്ങൾ അറിയുന്ന ഈ ഗ്രാമങ്ങളെക്കാൾ, പട്ടണങ്ങളെക്കാൾ ചെറിയൊരു സ്ഥലമായിരുന്നു. പ്രസിദ്ധമല്ലായിരുന്നു. ഒരു മാപ്പെടുത്താൽ ബേത്ലഹേമിന്റെ സ്ഥലം കാണാൻ പറ്റില്ല. കാരണം അത് മാപ്പിനകത്ത് രേഖപ്പെടുത്താൻ മാത്രം വലിപ്പം അതിനില്ല. എന്നാൽ ഇന്ന് ലോകത്തിൽ ഏറ്റവും പ്രസിദ്ധമായ സ്ഥലങ്ങളിൽ ഒന്നാണ് ബേത്ലഹേം. പുണ്യസ്ഥലമായി മാറി യേശു അവിടെ ജനിച്ചതുകൊണ്ടാണ്, അല്ലേ? പലസ്തീൻ നാടിന് ഇത്രയും ഇമ്പോർട്ടൻസ് വന്നതും യേശുവിന്റെ ജനനമാണ്. നമ്മുടെ വിഷയം, യേശു എവിടെ ജനിച്ചു, ആർക്ക് വേണ്ടി, അവന്റെ വരവ് ആർക്ക് വേണ്ടി എന്നറിഞ്ഞാലല്ലേ അവൻ പോയത് ആർക്ക് വേണ്ടി എന്നറിയാൻ പറ്റുള്ളൂ.
അത് കഴിഞ്ഞ് അവൻ വരുന്നത് ആർക്ക് വേണ്ടിയെന്ന് അറിയാൻ പറ്റുള്ളൂ. ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. അവൻ വന്നത് ആർക്ക് വേണ്ടി? ചുരുക്കി പറയാം, അവൻ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. എബ്രായർ 9:26. അവൻ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. യേശു ഒരിക്കൽ ഈ ഭൂമിയിൽ പ്രത്യക്ഷനായി. യേശു ഈ ഭൂമിയിൽ മനുഷ്യനായി ഒരു കാലഘട്ടത്തിൽ ജീവിച്ചു. എന്തിനു വേണ്ടി? ഉത്തരം, സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ അവൻ പ്രത്യക്ഷനായി. അവൻ നല്ല ഉപദേശങ്ങൾ തന്നിട്ടുണ്ട്. അവന്റെ ഉപദേശങ്ങളോട് നമുക്കിഷ്ടമാണ്. പക്ഷേ അവന്റെ മരണത്തെക്കുറിച്ച് താങ്കൾ അറിഞ്ഞിട്ടുണ്ടോ? അവന്റെ മരണത്തിന്റെ അർത്ഥവും ഉദ്ദേശവും താങ്കൾ ഗ്രഹിച്ചിട്ടുണ്ടോ? വചനം ശ്രദ്ധിക്കൂ. അവൻ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. മറ്റൊരു വചനം, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. സ്നേഹിതരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ക്രിസ്തു വന്നതെന്തിന്? അവൻ പാപപരിഹാരം വരുത്താൻ വന്നു. എങ്ങനെ? സ്വന്തം യാഗം കൊണ്ട്. ആടിനെയും കാളയെയും കോഴിയെയും യാഗം കഴിക്കുന്ന സമൂഹങ്ങൾ അന്നുണ്ടായിരുന്നു, ഇന്നുമുണ്ട്. മനുഷ്യനെ കുരുതി കൊടുക്കുന്ന ആളുകൾ ഈ വിദ്യാഭ്യാസമുള്ള കാലത്ത് ഇന്ത്യയിലുണ്ടല്ലോ. എല്ലാ വർഷവും 4-5 കേസുകൾ പോലീസ് ഇടപെട്ട് പിന്തിരിപ്പിച്ചതോ പിടിച്ചതോ ഒക്കെ പത്രത്തിൽ വരുന്നുണ്ട്. പത്രക്കാർക്ക് കിട്ടാത്ത എത്ര മനുഷ്യക്കുരുതികൾ ഈ ഇന്ത്യയിൽ ഇപ്പോഴും നടക്കുന്നു. അങ്ങനെ മനുഷ്യൻ മുതൽ പക്ഷി, മൃഗജാതി, ഇഴജന്തുക്കളെ വരെ യാഗം കഴിക്കുന്ന, പിന്നെ വെളിച്ചെണ്ണയും മെഴുകുതിരിയും മറ്റും യാഗം കഴിക്കുന്ന ഈ മണ്ണിൽ, ഈ മനുഷ്യ സമൂഹത്തിൽ യേശു ഒരു യാഗം നടത്തിയ കാര്യം എനിക്ക് നിങ്ങളോട് ഉറക്കെ പറയാൻ ആഗ്രഹമുണ്ട്. വാക്യം ഇതാണ്: യേശു സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. യേശു രോഗികളെ സൗഖ്യമാക്കിയ കാര്യവും വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്ത കാര്യവും നീതി നിഷേധിക്കപ്പെട്ടവർക്ക് നീതി നടത്തിക്കൊടുത്ത കാര്യവും ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അത് എല്ലാവർക്കും ഇഷ്ടവുമാണ്. എന്നാൽ അവൻ മരണത്തിലൂടെ ഒരു വലിയ കാര്യം ചെയ്തിട്ടുണ്ട്. അവന്റെ മരണമാണ് ഞങ്ങളുടെ പ്രസംഗ വിഷയം. പൗലോസ്ലീഹ ഇങ്ങനെ പ്രസംഗിച്ചു: ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അവന്റെ മരണത്താൽ മനുഷ്യ സമൂഹത്തിന് ലഭിക്കുന്ന പാപമോചനത്തെ കുറിച്ച് പറയുവാനാണ് ഞങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളും ക്രിസ്തീയ സമൂഹങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങളാൽ കഴിവത് ഞങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊന്നും പരിഹരിക്കപ്പെടാൻ പറ്റാത്ത വിഷയമാണ് സുവിശേഷത്താൽ പരിഹരിക്കപ്പെടുന്നത്. വീട് വെച്ചു കൊടുത്താൽ നല്ല കാര്യമാണ്. പക്ഷേ വീടിനകത്ത് ആത്മഹത്യ ചെയ്യുന്നവരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? വീടില്ലാത്തത് കൊണ്ടാണോ? വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുന്നത് നല്ലതാണ്. പക്ഷേ വിദ്യാസമ്പന്നർ പൊട്ടാസ്യം സൈനൈഡ് കഴിച്ച് മരിക്കുന്നതിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? രോഗികളെ ശുശ്രൂഷിച്ച് സഹായിക്കുന്നത് നല്ലതാണ്. പക്ഷേ ആരോഗ്യമുള്ളവർ ആത്മഹത്യ ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? കൊലപാതകത്തെക്കുറിച്ചും വിവാഹമോചനത്തെക്കുറിച്ചും നരഹത്യയെക്കുറിച്ചും നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ ആഴ്ചത്തെ പത്രവാർത്ത ഹൃദയമുള്ളവരെ എല്ലാം കരയിപ്പിക്കുന്നതാണ്. ഒരു മനുഷ്യന്റെ വീട്ടിൽ കാർ വാങ്ങാൻ ഒരാൾ വരുന്നു. കച്ചവടമെല്ലാം ഫോണിൽ കൂടി ഉറപ്പിക്കുന്നു. ആ കാർ ഇന്ന സ്ഥലത്തേക്കൊന്ന് കൊണ്ടുവരാൻ പറയുന്നു. പിതാവിന് ഒഴിവില്ലാത്തതുകൊണ്ട് മകൻ കാർ കൊണ്ടുപോകുന്നു. ഒന്ന് ഓടിച്ചു കാണിക്കാൻ പറയുന്നു. ആ കൊച്ചു പയ്യൻ കണ്ടാൽ എനിക്കും നിങ്ങൾക്കും മക്കളുള്ളവരാണ്, പരിപാവനമായ നിഷ്കളങ്കമായ മുഖമുള്ള ആ
സുമുഖനായ സുന്ദരനായ ചെറുപ്പക്കാരനെ പിന്നീട് അവന്റെ മാതാപിതാക്കൾക്ക് തിരിച്ചു കിട്ടിയില്ല. നമ്മൾ ജീവിക്കുന്ന വിദ്യാഭ്യാസമുള്ള കേരളത്തിലെ സംഭവങ്ങളാണിത്. ആ കുഞ്ഞ് കാർ ഓടിച്ചു കാണിക്കാൻ പോയി. അവർ 15 മിനിറ്റ് കഴിഞ്ഞു മൊബൈൽ ഫോണിൽ ബന്ധപ്പെട്ടിട്ട് ഫോൺ സംസാരിക്കുന്നില്ല. അന്ന് വൈകിട്ട് വരെ അവർ കാത്തിരുന്നു. അവർക്ക് മനസ്സിലായി അന്തരീക്ഷം മോശമാണെന്ന്. ഇതാ ദിവസങ്ങൾ ചിലത് കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിന്റെ ചേതനയേറ്റ ശരീരം ഇതാ കാട്ടിൽ കിടക്കുന്നു. അതിന് അപ്പുറത്ത് ആ കാർ കത്തിക്കരിഞ്ഞു കിടക്കുന്നു. ഇതിന്റെ പിന്നിൽ മോഷണ ശ്രമമാണോ, മുൻവൈരാഗ്യമാണോ? ഈ വക കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ നമുക്കിപ്പോൾ അത്ര എളുപ്പമല്ല. അത് അതിന്റെ ഡിപ്പാർട്ട്മെന്റ് ചെയ്യട്ടെ. ഇതിന്റെ പിന്നിലെ യഥാർത്ഥ കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടോ രോഗമോ കടഭാരമോ പ്രേമനൈരാശ്യമോ ഒന്നുമല്ല. ഇതിന്റെ പിന്നിലെ പ്രശ്നം മനുഷ്യന്റെ അകത്ത് മറഞ്ഞു കിടക്കുന്ന പാപമാണ്. ഇതിന് മരുന്നാണ് യേശു തന്നത്. ഇത് ഒറ്റമൂലിയാണ്. ഇതും അതും കൂടെ കഴിക്കാനല്ല, അതൊത്തില്ലെങ്കിൽ ഇത് കഴിക്കാനല്ല. ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ഏക രക്ഷാമാർഗമാണ് യേശുക്രിസ്തുവിന്റെ കുരിശിലെ ബലി. ഇത് വിശ്വസിച്ചവനാണ് നരഭോജിയെ നരസ്നേഹിയാക്കി മാറ്റി ചരിത്രം സൃഷ്ടിച്ചത്. ഇത് വിശ്വസിക്കുന്നവൻ രോഗികളെ സഹായിച്ചേ പറ്റൂ, വേദനിക്കുന്നവരുടെ വേദന ഒപ്പിയേ പറ്റൂ. ഇത് വിശ്വസിക്കുന്നവൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യും. പക്ഷേ രണ്ടും രണ്ടാണ്. എനിക്ക് ധാരാളം സ്നേഹിതരുണ്ട്. യേശു 5 അപ്പം 5000 കൊടുത്ത കാര്യം അവർക്ക് ഇഷ്ടമാണ്. അവർ പറയും നമ്മൾ അത് ചെയ്യണം, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കണം. യേശു കുഷ്ഠരോഗിയെ തൊട്ടു, അതുപോലെ നമ്മൾ പാവപ്പെട്ടവരോട് സ്നേഹത്തോടെ ഇടപെടണം. ആ ഭാഗം അവർക്ക് ഇഷ്ടമാണ്. അതിൽ തന്നെ നല്ല ആളുകൾ പറയുന്നു കുഷ്ഠരോഗിക്ക് സൗഖ്യവും മറ്റും വന്ന് കാണത്തില്ല, പക്ഷെ കുഷ്ഠരോഗിയോട് യേശു മിങ്കിൾ ചെയ്തു. കുഷ്ഠരോഗികളെ തൊട്ടെന്ന് പറഞ്ഞാൽ കുഷ്ഠരോഗികളെ ഒറ്റപ്പെടുത്താതെ അവരെ സ്നേഹിച്ചു. അല്ലാതെ കുഷ്ഠമൊന്നും മാറ്റാൻ ആരെ കൊണ്ടും പറ്റൂല, പക്ഷെ സ്നേഹിക്കാം എന്ന് പറഞ്ഞാൽ ഇതിന്റെ മർമ്മം പിടികിട്ടാതെ മറ്റൊരു മതം പോലെ ഇതിനെ സാമൂഹ്യക്ഷേമത്തിലേക്ക് തിരിക്കുകയാണ്. സുഹൃത്തുക്കളെ തെറ്റിദ്ധരിക്കരുത്. സാമൂഹ്യ സേവനവും ജീവകാരുണ്യവും ഏറ്റവും കൂടുതൽ ചെയ്യണമെന്ന് പറയുകയും ചെയ്യുകയും ചെയ്യുന്നവരാണ് കർത്താവായ യേശുവിന്റെ ശിഷ്യന്മാര്. അതിന് തർക്കമൊന്നുമില്ല. ലോകത്തിലെ മൊത്തത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരു സർവേ നടത്തിയാൽ സാമാന്യ ബുദ്ധിയുള്ളവർക്കൊക്കെ അത് മനസ്സിലാകും. അതുകൊണ്ട് ഞാൻ അത് വിവരിക്കുന്നില്ല. പക്ഷെ ഒരു സത്യം പറയാം, ക്രിസ്തു വന്നത് എന്തിനാണ് എന്ന സത്യത്തിലാണ് ഇതിന്റെ കാതലായ കാര്യം ഇരിക്കുന്നത്. ക്രിസ്തു വന്നത് എന്തിനാ? വായിച്ചോളൂ. അവൻ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. യേശു വന്നത് സ്വന്തം ശരീരത്തെ യാഗമാക്കിയിട്ട് ആ യാഗത്തിലൂടെ മനുഷ്യന് പാപമോചനം കൊടുക്കുവാനാണ് യേശു ലോകത്തിൽ വന്നത്. ഇത് മാറ്റിവെച്ചിട്ടുള്ള യാതൊരു പ്രവർത്തനവും സുവിശേഷമല്ല. ഇതിന്റെ ഗൗരവമാണ് ഞങ്ങളുടെ പ്രസംഗ വിഷയത്തിന്റെ ആകത്ത്. നമ്മൾ എന്താ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? തുടർച്ചയായിട്ട് ചില ദിവസങ്ങളായിട്ട് നമ്മൾ ഒരു വിഷയത്തിൽ നിൽക്കുന്നു. അത് യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവാണ്. പക്ഷെ അതിലേക്ക് പോകണമെങ്കിൽ സുവിശേഷം അറിയണം. അപ്പൊ ക്രിസ്തു എന്തിനു വന്നു? സ്വന്തം യാഗം കൊണ്ട് പാപ പരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. സുഹൃത്തുക്കളെ, ചങ്ങലക്കിട്ടിരുന്ന ഭ്രാന്തനെ യേശു സൗഖ്യമാക്കിയ കാര്യം ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. കടലിന്റെ മുകളിൽ കൂടെ വെള്ളത്തിൽ കൂടെ നടന്നു വന്ന് തിരമാലയെ വരച്ചവരെ നിർത്തി ശിഷ്യഗണങ്ങളെ രക്ഷിച്ച കാര്യം ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ വായിച്ചറിഞ്ഞിട്ടുണ്ട്. കല്യാണ വീട്ടിലെ വീഞ്ഞു തീർന്നപ്പോൾ നിഷ്പ്രയാസം വീഞ്ഞുണ്ടാക്കി കൊടുത്ത അത്ഭുതത്തിന്റെ പ്രവൃത്തിയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ആ കാര്യം. ഒരു ബാലകന്റെ കയ്യിലെ ഒരു പൊതിക്കകത്തിരുന്ന 5 അപ്പം എടുത്തിട്ട് പ്രാർത്ഥിച്ചിട്ട് വിളമ്പിയപ്പോൾ 5000 പുരുഷന്മാരും അതിൽ കൂടുതൽ സ്ത്രീകളും അതിൽ കൂടുതൽ കുഞ്ഞുങ്ങളും കഴിച്ചു. കുറഞ്ഞപക്ഷം 20,000 പേര്. ഇത്രമാത്രം ശക്തിയുള്ള യേശു ഈ യഹൂദ പരിഷകളുടെ അടിയേറ്റ്, ഇടിയേറ്റ്, തുപ്പലേറ്റ്, നീചനെ പോലെ, താഴ്ന്ന മലയാളത്തിൽ പറഞ്ഞാൽ പേപ്പട്ടിയെ പോലെ വലിച്ചിഴച്ച് നിഷ്കരുണം, നിർദാക്ഷിണ്യം, ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ആ സംഭവം രക്തസാക്ഷി മരണമല്ല, യാഗമാണ്. യാഗമാണ്. യാഗമാണ്.
അത് രക്തസാക്ഷി മരണമല്ല, അതൊരു രാഷ്ട്രീയ കൊലപാതകമല്ല, അതൊരു പകപോക്കലല്ല, അതൊരു ആത്മഹത്യയല്ല, അതൊരു സ്വാഭാവിക മരണവുമല്ല, അതൊരു പ്രായശ്ചിത്ത യാഗമാണെന്ന്. അവൻ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. മാന്യ സ്നേഹിതരെ, ക്രിസ്തുവിന്റെ പ്രവർത്തികളോ ഉപദേശങ്ങളോ നിങ്ങളെ രക്ഷിക്കയില്ല. ക്രിസ്തുവിന്റെ മരണമാണ് നിങ്ങളെ രക്ഷിക്കുന്നത്. ഈ ഒരു സത്യത്തിലേക്കാണ് മനുഷ്യന്റെ കണ്ണ് തുറക്കേണ്ടത്. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ മറ്റു മത ഗുരുക്കന്മാരുടെ ഉപദേശങ്ങളോട് ചേർത്ത് വെച്ച് ഇതിനകത്തും നല്ലതുണ്ട് അതിനകത്തും നല്ലതുണ്ടെന്ന് അംഗീകരിക്കുന്ന നല്ല മനുഷ്യര് എനിക്ക് സുഹൃത്തുക്കളായിട്ടുണ്ട്. അവരോട് എനിക്ക് ബഹുമാനമുണ്ട്. പക്ഷേ അത് പറയാനല്ല ഈ സുവിശേഷം ഉദ്ദേശിക്കുന്നത്. ക്രിസ്തു നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. ആ യാഗത്തിലുള്ള വിശ്വാസത്താൽ നിങ്ങൾക്ക് പാപമോചനവും നിത്യജീവനും പ്രാപിക്കാമെന്നുള്ളതാണ് സുവിശേഷത്തിന്റെ കാതലായ സത്യം. ഇതൊരുത്തൻ വ്യക്തിപരമായിട്ട് അംഗീകരിക്കണം. അത് അവന് വേണ്ടി ക്രിസ്തു മരിച്ചു എന്നുള്ള, അതായത് നിങ്ങളൊരു കാളയെ യാഗം കഴിക്കുന്ന, ഇന്നിപ്പോ കാളയെ ആരും കഴിക്കാറില്ല, കോഴിക്കുഞ്ഞിനെയൊക്കെ കൊടുക്കാറുണ്ടല്ലേ. നിങ്ങളത് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇതുപോലെ ക്രിസ്തുവിന്റെ മരണം എനിക്ക് വേണ്ടിയാണെന്ന് നിങ്ങൾ വിശ്വസിച്ച് അംഗീകരിക്കുന്നതാണ് ഞങ്ങൾ കൂടെ കൂടെ പറയുന്ന ഈ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്ന അനുഭവം. അനുഭാവികളും അനുഭവസ്ഥരും രണ്ടും രണ്ടാണ്. അനുഭാവികൾ ധാരാളമുണ്ട്, പക്ഷെ അനുഭവസ്ഥർ കുറവാണ്. യേശുവിനെ സ്വന്തം രക്ഷകനും നാഥനുമായി ഹൃദയത്തിൽ സ്വീകരിക്കുകയാണ് ഇതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ്. ക്രിസ്തു എന്തിനിവിടെ വന്നു? പാപപരിഹാരം വരുത്താൻ. വേദപുസ്തകത്തിന്റെ പേജുകളിൽ നിന്ന് ഞാൻ ചില വാക്യങ്ങൾ പറയാം. ക്രിസ്തു എന്തിനിവിടെ വന്നു? കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. ലൂക്കോസ് 19:10. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. തിമോത്തിയോസ് ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു. വീണ്ടും യോഹന്നാന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. 4 എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു, അവൻ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ പ്രത്യക്ഷനായി. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അവൻ പള്ളി പണിയാൻ വന്നു എന്ന് പുസ്തകത്തിലില്ല. പക്ഷെ പണിയുന്നതിന് വിരോധമില്ല. സംഘടനകളും അതിനോട് ബന്ധപ്പെട്ട സ്ഥാപനയും ജംഗമ സ്വത്തുക്കളും ഒക്കെ ഉണ്ടാകുന്നത് നല്ലതാണ്, നല്ലതായിരിക്കുന്നിടത്തോളം കാലം. പക്ഷെ അത് വഴക്ക് പിടിക്കാനും കോടതി കയറാനുമുള്ള ഒരു സംഗതിയായി മാറുമ്പോൾ അത് വിട്ട് ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്നവൻ ബുദ്ധിമാൻ, അവനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ക്രിസ്തു ലോകത്തിൽ വന്നതിന്റെ പ്രധാന കാര്യം മനുഷ്യനെ അവന്റെ പാപത്തിൽ നിന്ന് വിടുവിപ്പാൻ. യാഗങ്ങൾ കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും നേർച്ചകൾ കൊണ്ടും മനുഷ്യനെ പാപത്തിൽ നിന്ന് വ്യത്യാസം വരുന്നില്ലെന്ന്, അവന്റെ അകത്ത് മാറ്റം വരണം. അവനെ അടിമപ്പെടുത്തിയിരിക്കുന്ന പാപത്തിന്റെ ചങ്ങലകളെ പൊട്ടിച്ച് പുറത്തു വരുവാനുള്ള ഏകമാർഗമാണ് ക്രിസ്തുവിന്റെ ക്രൂശുമരണം. ഈ സുവിശേഷ സത്യം പ്രസംഗിക്കുക എന്നതാണ് സുവിശേഷകന്റെ ജോലി. വിശ്വസിക്കാൻ ദൈവം നിങ്ങളോട് കരുണ ചെയ്യട്ടെ, അത് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരട്ടെ. അതെ, മനുഷ്യന്റെ യഥാർത്ഥ പ്രശ്നം പണമല്ല, യഥാർത്ഥ പ്രശ്നം വിദ്യാഭ്യാസമല്ല, യഥാർത്ഥ പ്രശ്നം പാപമാണ്. സമൂഹത്തെ കാർന്ന് തിന്നുന്ന സകല പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം പാപമാണ്. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അങ്ങനെ സകല മനുഷ്യരും പാപികളായി തീർന്നു. റോമർ 3:23. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഈ സാഹചര്യത്തിൽ ദൈവം ഒരുക്കിയ രക്ഷാമാർഗമാണ് ക്രിസ്തുവിന്റെ ക്രൂശ് മരണം. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്രേ നാം നീതീകരിക്കപ്പെടുന്നത്. യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് പാപമോചനവും നീതീകരണവും പ്രാപിപ്പാൻ ഒരിക്കൽ കൂടെ സ്നേഹത്തോടെ ബുദ്ധി പറഞ്ഞിട്ട് ഈ സന്ദേശത്തിന്റെ മുമ്പോട്ട് പോകാം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് 3 പേരാണ് കൊടുത്തത്. ക്രിസ്തു എന്തിനിവിടെ വന്നു, ആർക്കു വേണ്ടി വന്നു, ആർക്കു വേണ്ടി പോയി,
ആർക്ക് വേണ്ടി അവൻ വരുന്നു. ഇത് തുടരും, ഈ ചിന്താവിഷയം തുടരും. ക്രിസ്തു ആർക്ക് വേണ്ടി വന്നു? പാപികൾക്ക് വേണ്ടി വന്നു. പാപികൾക്ക് വേണ്ടി ഇവിടെ വന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? നല്ലവർക്ക് വേണ്ടി ധാരാളം ആളുകൾ വന്നിട്ടുണ്ട്. പാപികളെ രക്ഷിപ്പാൻ വന്നവനാണ് യേശു. യേശു എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടിവിപ്പാൻ ഇരിക്കുക കൊണ്ട് അവൻ യേശു എന്ന് പേരിടണം. അപ്പൊ യേശു എന്ന പേരിടാൻ കാരണം പാപത്തിൽ നിന്ന് വിടിവിക്കാൻ വന്ന രക്ഷകനായതുകൊണ്ടാണ്. സേവിയർ, രക്ഷകൻ. ക്രിസ്തു എന്ന പേരിന്റെ അർത്ഥം അഭിഷിക്തൻ. അങ്ങനെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ പിതാവായ ദൈവത്താൽ അഭിഷിക്തനായി വന്നവനാണ് ശ്രീ യേശു ക്രിസ്തു. അപ്പോൾ അവൻ വന്നത് പാപികൾക്ക് വേണ്ടി. പക്ഷെ ഇനി വരുന്നതോ ഈ വായിച്ചിടത്തുണ്ട്. തനിക്കായി കാത്തു നിൽക്കുന്നവർക്ക് വേണ്ടി അവൻ രണ്ടാമത് വരും. തനിക്കായി കാത്തു നിൽക്കുന്നവർക്ക് വേണ്ടി അവൻ രണ്ടാമത് പ്രത്യക്ഷനാകും. 9:28. അപ്പോൾ ഒന്നാമത് വന്നത് പാപികൾക്ക് വേണ്ടി. ഇനി വരുന്നത് ആർക്ക് വേണ്ടി? രക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടി. ഇന്നത്തെ ഭാഷയിൽ ഇന്ന് നമ്മൾ ചിന്തിച്ചു വന്നതിനോട് ബന്ധപ്പെടുത്തി പറഞ്ഞാൽ, ഒന്നാമത്തെ വരവ് അംഗീകരിച്ചവർക്ക് വേണ്ടി മാത്രമായിരിക്കും അവൻ രണ്ടാമത് വരുന്നു. ഒന്നാമത്തെ വരവിന്റെ ഉദ്ദേശവും അർത്ഥവും അറിഞ്ഞ് അംഗീകരിച്ച് അനുസരിച്ച് അനുഭവിച്ച് ആരാധിക്കുന്നവർക്ക് വേണ്ടി അവൻ രണ്ടാമത് വരുന്നു. ഈ ദിവസങ്ങളിൽ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവാണ് നമ്മൾ ചിന്തിക്കുന്നത്. വന്നോട്ടെ. ആർക്ക് വേണ്ടി വരുന്നു? നിന്റെ രാജ്യം വരണമേ, ആമേൻ കർത്താവേ വരണമേ, ഇതൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്. പക്ഷെ ആർക്ക് വേണ്ടി വരുന്നു? പശുത്തൊട്ടിയിൽ കിടന്ന് സ്വന്തം വീട്ടിൽ കിടക്കാൻ സ്ഥലമില്ലാതെ മലയിലും അവിടെയും ഇവിടെയും എല്ലാം സഞ്ചരിച്ച് സ്വന്തമായ ഒരു വാഹനമില്ലാതെ മറ്റൊരു വാഹനം വായ്പ വാങ്ങി, സ്വന്തമായ ഒരു ശവക്കോട്ടയില്ലാതെ ഒരു മന്ത്രിയുടെ കല്ലറ വായ്പ എടുത്ത് പത്രോസിന്റെ പടക് വായ്പ വാങ്ങി അതിൽ സഞ്ചരിച്ച ഈ യേശുവിനെ, നമ്മെ സമ്പന്നനാക്കാൻ നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്ന യേശുവിനെ, മശിഹായെ, നിന്റെ പ്രാണപ്രിയനും നായകനും രക്ഷകനുമായി ഇന്ന് സ്വീകരിച്ച് നിന്ദിക്കപ്പെട്ട യേശുവിനെ ഇന്ന് അംഗീകരിച്ചാൽ അന്ന് അവൻ രാജാവായി വരുമ്പോൾ നീ മാനിക്കപ്പെടും. പക്ഷെ ഇന്ന് അവനെ അംഗീകരിക്കാൻ ഒരു കുഴപ്പമുണ്ട്. സമൂഹം നിന്നെ തള്ളിക്കളയും. സമൂഹത്തിൽ നീ ഒറ്റപ്പെടും. സമൂഹത്തിൽ നീ അപമാനിക്കപ്പെടും. പക്ഷേ യേശു അപമാനിക്കപ്പെട്ട രംഗം മറക്കരുത്. അവന്റെ തിരുമുഖത്ത് തുപ്പിയതും അവനെ ഒരു നീചനെ പോലെ അപമാനിച്ചതുമായ രംഗം മറക്കരുത്. ഏറ്റവും അപമാനിക്കപ്പെട്ട യേശുവിനെ ഇന്ന് സ്വീകരിക്കുന്നവനെ ആദരിക്കുവാനാണ് അവൻ മടങ്ങി വരുന്നത്. അപ്പോൾ അവൻ ആർക്ക് വേണ്ടി വരുന്നു? അവൻ ഭൂമിയിൽ വന്ന് ചെയ്ത ആ മഹാബലിയായ യാഗത്തെ വിശ്വസിച്ച് അംഗീകരിച്ച് അനുസരിച്ച് അനുഭവിച്ച് ആരാധിക്കുന്ന ഭക്തർക്ക് വേണ്ടി യേശു മടങ്ങി വരുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം, യേശു ഇപ്പോൾ എവിടെ, എന്തു ചെയ്യുന്നു? എബ്രായ ലേഖനം 9:24 പേജ് നമ്പർ 229. എബ്രായർ 9:24. ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാകുവാൻ സ്വർഗത്തിലേക്ക് അത്രേ പ്രവേശിച്ചത്. ക്രിസ്തു നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാകുവാൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. യേശു ഇപ്പോൾ എവിടെയാണ്? യേശു ഇപ്പോൾ എന്ത് ചെയ്യുന്നു? സാധാരണ മനുഷ്യരെ പോലെ പറയുകയാണെങ്കിൽ യേശു മരിച്ചുപോയി. പക്ഷേ ഇവിടെ ഈ വേദഭാഗത്ത് യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന 3 വാക്കുകൾ, അവൻ പ്രത്യക്ഷനായി, അവൻ ഇപ്പോൾ പ്രത്യക്ഷനായിരിക്കുന്നു, അവൻ നാളെ പ്രത്യക്ഷനാകും. എബ്രായർ 9:24 മുതൽ 28 വരെ പ്രത്യക്ഷത 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 എന്ന് പറഞ്ഞിരിക്കുന്നു. എന്താ പ്രത്യക്ഷത എന്ന് പറഞ്ഞാൽ? ജനനമെന്നാണോ? അല്ല. ഒരു നാടകത്തിൽ ഒരു ഭാഗം 3 പേർ ചേർന്ന് അഭിനയിക്കുന്നു. അല്പമിനിറ്റുകൾക്ക് ശേഷം കർട്ടൻ വീഴുന്നു. വീണ്ടും കർട്ടൻ മാറുമ്പോൾ പുതിയൊരാൾ പ്രത്യക്ഷനാകുന്നു. അതിനുശേഷം കർട്ടൻ വീഴുന്നു.
വീണ്ടും കർട്ടൻ മാറുമ്പോൾ വേറെ ചിലർ പ്രത്യക്ഷമാവുന്നു. അവരാരും അപ്പോൾ ജനിച്ചതല്ല, അവരപ്പോൾ പ്രത്യക്ഷമായതാണ്. ഇതുപോലെ യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഈ വാക്കുകൾ ശ്രദ്ധിക്കുക. അവൻ യുഗാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്താൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ഇനിയും തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ രണ്ടാമത് പ്രത്യക്ഷനാവും. ഇപ്പോൾ അവൻ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പ്രത്യക്ഷനായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവൻ പാപപരിഹാരം വരുത്താൻ ഈ ഭൂമിയിൽ പ്രത്യക്ഷനായി. ഇപ്പോൾ അവൻ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ പ്രത്യക്ഷനായിരിക്കുന്നു. നാളെ അവൻ നമുക്ക് വേണ്ടി ഭൂമിയിൽ പ്രത്യക്ഷനാകും. ഇതിൽ ഒന്നാമത്തേതും രണ്ടാമത്തേതും ഇപ്പൊ നടന്നു. രണ്ടാമത്തെ നടന്നുകൊണ്ടിരിക്കുന്നു. കർട്ടൻ വീണിട്ടില്ല, അവൻ പ്രത്യക്ഷനായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയല്ല, സ്വർഗത്തിൽ. മൂന്നാമത്തേത് അവൻ പ്രത്യക്ഷനാകും. ഇവിടെ ഓർക്കുക, 2000 കൊല്ലം മുമ്പ് അവൻ മറിയയിലൂടെ ജാതനായപ്പോൾ അത് ജനിക്കുകയല്ലായിരുന്നു, പ്രത്യക്ഷനാകുകയായിരുന്നു. പ്രത്യക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ജനിക്കുകയല്ല. കർട്ടന് പിന്നിൽ നിന്നയാള് കർട്ടൻ മാറ്റി പുറത്തു വന്നു. അപ്പോൾ ക്രിസ്തു 2000 വർഷം മുമ്പ് മനുഷ്യന്റെ കണ്ണുകൾക്ക് കാണാവുന്ന രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടതാണ് ബേത്ലഹേമിൽ കണ്ട യേശു. ഇപ്പോൾ അവൻ നമുക്ക് അപ്രത്യക്ഷമായിരിക്കുന്നു. സ്വർഗത്തിൽ പിതാവായ ദൈവത്തിന്റെ മുൻപിൽ പ്രത്യക്ഷനായിരിക്കുന്നു. വാക്യത്തിലെ പ്രയോഗം ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ വാക്ക് എനിക്ക് വേണ്ടി ഒരു അഡ്വക്കേറ്റ് കോടതിയിൽ ഹാജരാകുന്നത് പോലെയാണ്. എന്റെ വക്കീല് കേസ് വിളിക്കുമ്പോൾ കോടതിയിലുണ്ടെങ്കിൽ ഞാനുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. എന്റെ വക്കീൽ അവിടെ ഉണ്ടെങ്കിൽ എന്റെ കേസിന് ഉത്തരവാദിയുണ്ട്, എനിക്ക് ഉത്തരവാദിയുണ്ട്. എന്റെ കാര്യം അവിടെ പ്രസന്റ് ചെയ്യും. എനിക്ക് ന്യായമായ ഒരു വിധി സമ്പാദിക്കും. എന്റെ കാര്യങ്ങൾ ഞാൻ അവതരിപ്പിക്കുന്നതിനേക്കാൾ നന്നായിട്ട് അറിവോടെ പക്വതയോടെ ന്യായാധിപന്റെ മുൻപിൽ ന്യായാധിപൻ പറയുന്ന നിയമത്തിനൊത്തവണ്ണം എനിക്ക് വേണ്ടി വാദിക്കാൻ, എനിക്ക് വേണ്ടി സംസാരിക്കാൻ, എന്റെ വിഷയം ഭംഗിയായി പ്രസന്റ് ചെയ്യാൻ, അവതരിപ്പിക്കാനാണ് എന്റെ വക്കീൽ അവിടെ നിൽക്കുന്നത്. അയാൾക്ക് ഞാൻ അതിന് ഫീസ് കൊടുക്കണം. അദ്ദേഹം എനിക്ക് വേണ്ടിയാണ് ആ കോർട്ട് ഇട്ടിരിക്കുന്നത്. അദ്ദേഹം ആ ബെഞ്ചിൽ ഇരിക്കുന്നത് എനിക്ക് വേണ്ടിയാണ്. എനിക്ക് വേണ്ടി അദ്ദേഹം കോടതിയിൽ ഹാജരാകുന്നു. ഞാൻ എല്ലാ ദിവസവും ഹാജരാകണ്ട, പറയുന്നെന്ന് ചെന്നാൽ മതി. എനിക്ക് വേണ്ടി അദ്ദേഹം അവിടെ പ്രസന്റ് ആണ്. എന്റെ പേര് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ എന്റെ കേസ് നമ്പർ വിളിക്കുമ്പോൾ ഞാനല്ല പ്രസന്റ് സാർ എന്ന് പറയുന്നത്, എന്റെ വക്കീലാണ് പറയുന്നത്. ഈ ആശയത്തിലാണ് ഈ വചനം എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ അവൻ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഹാജരാകുന്നു. അതിനുവേണ്ടി അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ക്രിസ്തു ഇപ്പോൾ എവിടെ? സ്വർഗത്തിൽ. എന്ത് ചെയ്യുന്നു? വായിച്ചു കേൾപ്പിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 34-ാം വാക്യം, പേജ് നമ്പർ 160, 160, 8:34. ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യുന്നു. ക്രിസ്തു ഇപ്പോൾ എവിടെ? സ്വർഗത്തിൽ. പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. എന്തു ചെയ്യുന്നു? നമുക്ക് വേണ്ടി പക്ഷവാദം. അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? കോടതി ഭാഷയാണ്. എനിക്ക് വേണ്ടി വാദിക്കുന്നു. ഈ വിഷയങ്ങളാണ് തുടർമാനമായി വേദപുസ്തകം പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത്. കേവലം ഒരു യോഗത്തിൽ പോവുകയോ ഒരു പ്രസംഗം കേൾക്കുകയോ ചെയ്യുന്ന ആൾക്ക് ക്രിസ്തുവിനെ കുറിച്ച് ഒരു 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 ഭാഗമേ കാണാൻ പറ്റുകയുള്ളൂ. ഒരു ഭാഗം, അതായത് ഒരു വീടിന്റെ ഫോട്ടോ കണ്ടിട്ട് വീട് കണ്ടെന്ന് പറയുന്നത് പോലെയുള്ളൂ. ഇല്ലെങ്കിൽ ഭൂപടം, ഭൂലോകത്തിന്റെ മാപ്പ് കണ്ടിട്ട് ഭൂലോകം കണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിരിക്കും അല്ലേ? യേശുവിനെ പറ്റി ഒരു പ്രഭാഷണം കേട്ടേച്ച് യേശുവിനെ എനിക്കറിയാം എന്ന് പറഞ്ഞാൽ
ഭൂലോകം കണ്ടെന്ന് മാപ്പ് നോക്കി വെച്ച് പറയുന്ന പോലെ ഇരിക്കും. അതുകൊണ്ടാണ് വിശ്വാസത്തിലേക്ക് വന്നാലോ ബൈബിൾ വായിച്ചാലോ അല്ല, ഈ ഒരായുസ് മുഴുവനും നിങ്ങൾ ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യുന്നത് പോലെ ദൈവവചനം ധ്യാനിക്കണം. അങ്ങനെ വായിക്കുകയും ധ്യാനിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുമ്പോഴാണ് ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുകൾ പൂർണ്ണമാകുകയുള്ളൂ. യേശു ഇപ്പോൾ എവിടെ? സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്ത്. എന്തു ചെയ്യുന്നു? നമുക്ക് വേണ്ടി പ്രത്യക്ഷനായിരിക്കുന്നു. പിതാവിന്റെ സന്നിധിയിൽ പക്ഷവാദം ചെയ്യുന്നു. നമുക്ക് വചനത്തിലൂടെ തന്നെ പോകാം. റോമർ 8:34 കുറിച്ചെടുത്ത് വായിച്ച് മനഃപ്പാഠമാക്കുക. വചനം കേൾക്കുന്നതിൽ ചിലരൊക്കെ നന്നായി പഠിക്കുന്നവരുണ്ട്. വചനം കുറിച്ചെടുത്ത് മനഃപ്പാഠമാക്കുക. 8:34 ക്രിസ്തുയേശു മരിച്ചവൻ സത്യമാണല്ലേ? കുരിശിൽ മരിച്ചു, തീർന്നില്ല, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. 3 അവൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിനെ മടങ്ങിയവരവനെയും കുറിച്ച് അറിയണമെങ്കിൽ ഇതറിയണം. അവൻ വന്നത്, പോയത്, വരുന്നത്, 3ആയിട്ട് ആ കാര്യം പഠിക്കണം. അപ്പോൾ അവൻ മരിച്ചു, അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാണല്ലോ. അവിടുന്ന് അവൻ ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് പോയി. അവൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. അതെ, അവൻ വന്നു, അവൻ പോയി, അവൻ മടങ്ങി വരും. പക്ഷെ ഇപ്പോൾ അവൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു, നമുക്ക് വേണ്ടി പ്രത്യക്ഷനായിരിക്കുന്നു, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു, നമുക്ക് വേണ്ടി. ഈ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം മറ്റൊരു വചനത്തിലൂടെ വിശദീകരിക്കാം. എബ്രായർ 7:25, പേജ് നമ്പർ 228, വാക്യം 25. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. താൻ മുഖാന്തരം, യേശു മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. അപ്പോൾ യേശു ഇപ്പോൾ എന്ത് ചെയ്യുന്നു? അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്തിനു വേണ്ടി? നമ്മെ പൂർണ്ണമായി രക്ഷിപ്പാൻ. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവിനെ മടങ്ങിയവരവനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇത് പഠിക്കാതെ പറ്റില്ല. യേശുവിന്റെ രക്ഷണ്യ വേലയെ 3ആയിട്ട് തിരിക്കാം. 1 ആത്മാവിന്റെ രക്ഷ, 2 ദേഹിയുടെ രക്ഷ, 3 ദേഹത്തിന്റെ രക്ഷ. മനുഷ്യൻ ത്രിവിധ ഘടകങ്ങളുടെ ഉടമയാണ്: ദേഹം, ദേഹി, ആത്മാവ്. ഇതിൽ ഏറ്റവും ഇന്നർ പാർട്ട്, ആന്തരിക അവയവം, ആന്തരിക ഭാഗമാണ് ആത്മാവ്. അതിനുശേഷമുള്ള ഭാഗമാണ് മനസ്സ് എന്ന് വിളിക്കുന്ന നിങ്ങളുടെ ഉള്ളിലെ ആളത്വം, ദേഹി എന്ന് ബൈബിൾ വിളിക്കുന്നു. പുറമേ കാണുന്ന ഈ ഭാഗമാണ് ദേഹം, ശരീരം എന്ന് വിളിക്കുന്നത്. ഈ ദേഹം എവിടെയുണ്ടോ അവിടെയെല്ലാം അതിന് തൊട്ട് താഴെയായി കാണുന്ന ഭാഗമാണ് ദേഹി. വീണ്ടും ഉള്ളിൽ അതേപോലെ നിൽക്കുന്ന ഭാഗമാണ് ആത്മാവ്. ഈ ആത്മാവാണ് ഈ വ്യക്തിയെ നിയന്ത്രിക്കുന്ന ഘടകം. യഥാർത്ഥത്തിൽ ഈ ആത്മാവാണ് ഇവനെ ദൈവത്തെ കുറിച്ച് ചിന്തിപ്പിക്കുന്നത്. അപ്പോൾ ആത്മാവ് ദൈവബോധം നൽകുന്നു, ദേഹി സ്വയബോധം നൽകുന്നു, ദേഹം ലോകബോധം നൽകുന്നു. വിശദീകരിക്കാം. ആത്മാവ് ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകളും ബോധങ്ങളും ധ്യാനങ്ങളും ആരാധനകളുമായിട്ട് ബന്ധിച്ചു നിൽക്കുന്നു. വയറ് നിറയെ ഭക്ഷണം കഴിച്ചാലും മനസ്സിന് സുഖമില്ലെങ്കിൽ സുഖമില്ലെന്ന് നിങ്ങൾ പറയും. അപ്പൊ ചോറും ചപ്പാത്തിയും മറ്റ് ഭക്ഷണ സാധനങ്ങളും കൊണ്ട് മനസ്സിന് തൃപ്തി കിട്ടത്തില്ല. മനസ്സിന് തൃപ്തി കിട്ടാൻ മറ്റെന്തെങ്കിലും ചിലത് വേണം. ഇത് രണ്ടും കൊണ്ട് ആത്മാവിന് തൃപ്തി കിട്ടത്തില്ല.
ആത്മാവിന് തൃപ്തി കിട്ടാൻ മറ്റു ചിലത് വേണം. അപ്പോൾ ആത്മാവിന്റെ തൃപ്തി ആത്മീക കാര്യങ്ങളാൽ മാത്രമേ ലഭിക്കത്തുള്ളൂ. എന്നാൽ മൃഗങ്ങൾക്ക് അത് വേണ്ട. മൃഗങ്ങൾക്ക് ചാപ്പാട് കിട്ടിയാൽ തന്നെ ഏറെക്കുറെ വിഷയം തീർന്നു. പക്ഷെ മനുഷ്യന് ചാപ്പാട് കിട്ടിയാലൊന്നും മനുഷ്യന്റെ വിഷയം തീരില്ല. മനുഷ്യന് ചാപ്പാട് കൊടുത്താൽ വിഷയം കൂടുകയാണ്. ആത്മീയമായും മാനസികമായും പക്വതയില്ലാത്ത മനുഷ്യന് ചാപ്പാട് കിട്ടിയാൽ അവൻ വേറെ പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ മാനസികമായും ആത്മീയമായും പക്വതയും സമാധാനവും അവന് കിട്ടുകയാണ് മനുഷ്യനെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആയ കാര്യം. ഇതിൽ മനുഷ്യന്റെ ആത്മാവാണ് പാപത്താൽ മലിനപ്പെട്ടത്. ഈ ആത്മാവ് മരിച്ചു കിടക്കുന്നു എന്ന് ബൈബിൾ പറയുന്നു. പാപത്താൽ മലിനപ്പെട്ട് പ്രവർത്തനക്ഷമമല്ലാത്ത, പ്രവർത്തിക്കുന്ന നിലയിലല്ലാത്ത നിർജീവ അവസ്ഥയിലാണ് മനുഷ്യന്റെ ആത്മാവ് ഇപ്പോൾ ഇരിക്കുന്നത്. ഈ നിർജീവ ആത്മാവിനെ ജീവിപ്പിക്കുന്നത് സുവിശേഷത്തിന്റെ ശുദ്ധവായു ചെല്ലുമ്പോഴാണ്. ദൈവവചനത്തിന്റെ ആ പ്രകാശനം ചെല്ലുമ്പോൾ മനുഷ്യന്റെ അകത്തെ ആത്മാവ് ഉയർത്തെഴുന്നേൽക്കുന്നു, ജീവൻ പ്രാപിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്താൽ മനുഷ്യന് ലഭിക്കുന്ന രക്ഷ ഇവന്റെ ആത്മാവിന്റെ രക്ഷയാണ്. കഴിഞ്ഞ പല മീറ്റിങ്ങുകളിൽ നമ്മൾ ചിന്തിച്ചതും നിങ്ങളിൽ പലരും മനസ്സിൽ തീരുമാനിച്ച് പ്രാർത്ഥിച്ചതുമായ കാര്യമുണ്ടല്ലോ. യേശുവിനെ ഞാൻ എന്റെ കർത്താവായി സ്വീകരിക്കുന്നു, ക്രിസ്തുവിന്റെ മരണത്തെ ഞാൻ അംഗീകരിക്കുന്നു, യേശുവിനെ എന്റെ രക്ഷകനായി ഞാൻ സ്വീകരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ രക്ഷിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടല്ലോ. സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? നിങ്ങളുടെ അകത്തുറങ്ങിക്കിടന്ന ആത്മാവ് ഉയർത്തെഴുന്നേൽക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ? ആത്മീയ കാര്യങ്ങളോടൊരു വിശപ്പുണ്ടാകും. ജീവനില്ലെങ്കിൽ വിശപ്പില്ല, ജീവനുണ്ടെങ്കിൽ വിശപ്പുണ്ട്. പക്ഷെ വിശക്കുമ്പോൾ ആഹാരം കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്കറിയാം ആ ജീവൻ കൊണ്ട് ഗുണമില്ല. ഒരു ദിവസം, 2 ദിവസം, 3 ദിവസം കഴിയുമ്പം ആ ജീവൻ വീണ്ടും നഷ്ടപ്പെടുക. അപ്പൊ നിങ്ങളൊരു ധ്യാനയോഗത്തിനോ ഒരു സുവിശേഷ യോഗത്തിനോ പോയി, നല്ല മീറ്റിംഗാ, ഇത് മറ്റാരും പറയുന്ന പോലെ അല്ലല്ലോ, ഇതൊരു പ്രത്യേക കാര്യമാണല്ലോ, എന്ത് സംഭവിച്ചെന്നറിയാമോ? നിങ്ങൾക്ക് ഇത്രയും കാലം മനസ്സിനും ശരീരത്തിനുമേ എന്തെങ്കിലും കിട്ടിയിട്ടുള്ളൂ. ആത്മാവിനെ തൊടുന്ന, ആത്മാവിനെ ചലിപ്പിക്കുന്ന ദൈവവചനം നിങ്ങളുടെ അകത്തേക്ക് വന്നപ്പോൾ നിങ്ങളുടെ അകത്തുറങ്ങിക്കിടന്ന മൂന്നാമത്തെ ആ വ്യക്തി, അതായത് ആത്മാവ്, കണ്ണു തുറന്നു. അപ്പോൾ മുതൽ നിങ്ങൾക്ക് ആത്മീക കാര്യങ്ങളിൽ ഒരു പുതിയ ചിന്ത, ഒരു പുതിയ അന്വേഷണം, വിശപ്പ്, ദാഹം, ആവേശം, അന്വേഷണം, ഉത്സാഹം, ഉന്മേഷം വർദ്ധിക്കാൻ തുടങ്ങി. ആ വിശപ്പിന് ആഹാരം വേണം. ആഹാരം എവിടെയുണ്ട്? ബൈബിൾ പറയുന്നു, യേശു പറയുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. അങ്ങനെ മനുഷ്യനെ ജീവിപ്പിക്കുവാൻ അവന് കൊടുക്കുന്ന നല്ല ആഹാരമാണ് ദൈവത്തിന്റെ വചനം. ഈ വചനം കൊടുത്ത് ഇവനെ വളർത്തണം. ഈ വചനത്തിന് മറ്റൊരു പേര് 1 പത്രോസ് 2:1, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പി. 1 പത്രോസ് 2:1-2. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനം എന്ന മായമില്ലാത്ത പാല് കുടിപ്പാൻ വാഞ്ചിപ്പീൻ. മറ്റൊരു ഭാഗത്ത് എബ്രായർ 4-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇതിനെക്കുറിച്ച് നിങ്ങളോട് പറവാൻ ആവശ്യമുണ്ടെങ്കിലും തെളിയിച്ചു തരുവാൻ വിഷമമായിരിക്കുന്നു. നിങ്ങൾക്ക് കട്ടിയായ ആഹാരമല്ല പാലത്രേ കുടിപ്പാൻ ആഗ്രഹം, നിങ്ങൾ വളർച്ച പ്രാപിച്ചിട്ടില്ലല്ലോ. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, അന്ന് നിങ്ങൾക്ക് ഭക്ഷിപ്പാൻ പ്രായമില്ലായിരുന്നു, നിങ്ങൾക്ക് പാലായിരുന്നു വേണ്ടത്, അന്ന് ഞാൻ നിങ്ങൾക്ക് പാല് തന്നു.
എന്നാൽ ഇന്ന് നിങ്ങൾക്ക് ആഹാരം തരാമെന്ന് ഞാൻ വിചാരിച്ചപ്പോൾ നിങ്ങൾക്കിപ്പോഴും പാലാണ് ആവശ്യം. കാരണം നിങ്ങൾ വളർന്നിട്ടില്ല. 1 കൊരിന്ത്യർ 3, എബ്രായർ 4, 1 പത്രോസ് 2. ഇത് പുതിയതായിട്ട് കേൾക്കുന്നവർക്ക് ഒരു പക്ഷേ കിട്ടിയില്ലെങ്കിലും സ്ഥിരം കേൾക്കുന്നവർക്ക് ഈ വചനങ്ങൾ നോട്ട് ചെയ്യാം. നിർബന്ധമായിട്ട് നോട്ട് ചെയ്യണം. നിങ്ങളൊരു വിശ്വാസം തുടങ്ങി വെച്ചിട്ടുണ്ട്, പക്ഷെ വളരണം. നിങ്ങളുടെ അകത്തൊരു കൊച്ചു വിത്ത് മുളച്ചിട്ടുണ്ട്, അത് വളരണം. നിങ്ങളുടെ അകത്തൊരു ആത്മാവ് ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്, അത് വളരണം. നിങ്ങളുടെ അകത്ത് ക്രിസ്തു ജനിച്ചിട്ടുണ്ട്, അവൻ വളരണം. അങ്ങനെ പൂർണ്ണ വളർച്ചയിലേക്ക് വരുമ്പോഴാണ് നിങ്ങളിൽ ക്രിസ്തുവിന്റെ സ്വഭാവം പുറത്തു വരുന്നത്. ദീർഘക്ഷമ, സ്നേഹം, സൗമ്യത, ഇതിന്റെ യഥാർത്ഥ ആൾരൂപമായിരുന്നു യേശു. ദീർഘക്ഷമ മനുഷ്യാവതാരം എടുത്താൽ എങ്ങനെ ഇരിക്കും യേശു? സ്നേഹം കയ്യും കാലും തലയും വെച്ച് ഭൂമിയിൽ വന്നാൽ എങ്ങനെ ഇരിക്കും? യേശുവിനെ നോക്കിയാൽ മതി. സൗമ്യതയ്ക്ക് ഒരു മനുഷ്യരൂപമുണ്ടെങ്കിൽ യേശു. ജ്ഞാനത്തിനൊരാൾ രൂപമുണ്ടോ? യേശു. പക്വതയുടെ തികഞ്ഞ വ്യക്തിത്വം യേശു. വിവേകാനന്ദ സ്വാമികളോട് ചോദിക്ക്, ലോകം കണ്ടതിലേക്കും പക്വതയുള്ള ഗുരു ആര്? വിവേകാനന്ദൻ പറയും യേശു. വിവേകാനന്ദ സ്വാമി പറഞ്ഞ വാക്ക്, യേശു ജീവിച്ചിരുന്ന കാലത്ത് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ കണ്ണുനീരുകൊണ്ടല്ല അവന്റെ കാല് നനയ്ക്കുക, എന്റെ ഹൃദയത്തിലെ ചോര കൊണ്ട് ഞാൻ അവന്റെ കാലുകളെ കഴുകുമായിരുന്നു എന്ന് ലോകം കണ്ടതിലേക്കും അറിവുള്ള ഒരു മനുഷ്യൻ വിളിച്ചു പറഞ്ഞെങ്കിൽ അവനാണ് യേശു. അവന്റെ ജീവിതം, അവന്റെ സ്വഭാവം നമ്മിലൂടെ പുറത്തു വരുവാനാണ് നാം ക്രിസ്തുവിനെ സ്വീകരിക്കുന്നത്. നമ്മൾ വിഷയം വിട്ടു പോകാതെ തിരിച്ചു വരട്ടെ. ഇന്നത്തെ സന്ദേശത്തിന്റെ ഒടുവിലേക്ക് വരുന്നു. ക്രിസ്തു ലോകത്തിൽ വന്നത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിപ്പാൻ. കഥ തീർന്നില്ല. അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ സ്വർഗത്തിലേക്ക് പോയി. പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി ഇപ്പോൾ അവൻ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് വേണ്ടി ആർക്ക് വേണ്ടി ക്രിസ്തു മരിച്ചുവോ അവർക്ക് വേണ്ടി, ആര് ക്രിസ്തുവിനെ വിശ്വസിച്ചുവോ അവർക്ക് വേണ്ടി, ആര് ക്രിസ്തുവിനെ അംഗീകരിച്ചുവോ അവർക്ക് വേണ്ടി, ആര് ക്രിസ്തുവിനെ വിളിക്കുന്നുവോ അവർക്ക് വേണ്ടി, ആര് ക്രിസ്തുവിനെ ആരാധിക്കുന്നുവോ അവർക്ക് വേണ്ടി, ആര് ക്രിസ്തുവിനെ അനുസരിച്ചുവോ അവർക്ക് വേണ്ടി, ആര് ക്രിസ്തുവിന് വേണ്ടി ലോകത്തെ വെറുത്തുവോ അവർക്ക് വേണ്ടി, ആര് ക്രിസ്തുവിന് വേണ്ടി നിന്ന സഹിക്കുന്നുവോ അവർക്ക് വേണ്ടി, ആര് ക്രിസ്തുവിന് വേണ്ടി അപമാനം സഹിക്കുന്നുവോ അവർക്ക് വേണ്ടി, ആര് കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നുണ്ടോ, ആര് കർത്താവിനെ സാക്ഷിക്കുന്നുണ്ടോ, ആര് യേശു ക്രിസ്തുവിന് വേണ്ടി ഭൂമിയിൽ ജീവിക്കുന്നുണ്ടോ അവർക്ക് വേണ്ടി അവൻ ഇപ്പോൾ സ്വർഗത്തിൽ പക്ഷപാതം ചെയ്യുന്നു. വളരെ വിവരിക്കേണ്ട വിഷയമാണ്. തുടരും. അതാണ് ഞാൻ വിവരിച്ചു വരുന്നത്. ഒന്നാമത്തെ വരവിൽ അവന്റെ മരണത്തിലൂടെ, അവന്റെ യാഗത്തിലൂടെ നമ്മുടെ ആത്മാവിന് രക്ഷ കൈവന്നു. നമ്മുടെ അകത്ത് കിടന്ന ആത്മാവ് ജീവിച്ചു. മരിച്ചു കിടന്ന ആത്മാവ്. എഫേസ്യർ 2:1 അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ക്രിസ്തുവിന്റെ മരണത്താൽ നമ്മുടെ അകത്ത് ജീവൻ വന്നു. ഇതാണ് സുവിശേഷത്തിന്റെ കാതൽ. കാമ്പും കൂമ്പും വേരും അത് തന്നെയാണ്. ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്താൽ നമ്മുടെ ആത്മാവിന്റെ ശിക്ഷ മാറിപ്പോയി. ഇത് വിശ്വസിക്കുന്നവന്, ഈ സുവിശേഷം കേട്ട് അംഗീകരിക്കുന്നവന് അന്തരാത്മാവിൽ ജീവൻ വന്നു. അന്നു മുതൽ അവൻ ആത്മീകമായി വളരാൻ തുടങ്ങി. 40 വയസ്സുള്ള ഒരു മനുഷ്യൻ സുവിശേഷം കേൾക്കുന്നു. അപ്പോൾ അവന്റെ ദേഹത്തിന് 40 വയസ്സുണ്ട്, പക്ഷെ അവന്റെ ആത്മാവ് മരിച്ചു കിടക്കുക. 40ാമത്തെ വയസ്സിൽ അവൻ സുവിശേഷം കേട്ടു. അവന്റെ ആത്മാവ് ഉയർത്തെഴുന്നേറ്റു, ജീവിച്ചു. അവന്റെ ആത്മാവിന് 1 വയസ്സ്. അപ്പൊ 40 വയസ്സുള്ള മനുഷ്യൻ 2 കൊല്ലം വിശ്വാസത്തിൽ ജീവിച്ചപ്പോൾ അവന് 42 വയസ്സ്. പക്ഷെ അവനിലുള്ള ക്രിസ്തുവിന്, അവനുള്ള ആത്മാവിന് 2 വയസ്സ്. അപ്പൊ ദേഹത്തിന് വളർച്ചയുണ്ട്, ആത്മാവിന് വളർച്ച കുറവാണ്. 60ാമത്തെ വയസ്സിലാ യേശുവിനെ അറിയുന്നതെങ്കിലോ അവന് സമയം ഇനി വളരെ കുറവാണ്. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യണം? ഉള്ള സമയം തക്കത്തിൽ ഉപയോഗിക്കുക. കർത്താവിനെ അറിയുക, കർത്താവിനെ പിന്നെയും അറിയുക, യേശുവിനെ അറിയുക. ജീവൻ, സമാധാനം, സൗഖ്യം, സ്വാതന്ത്ര്യം, സ്നേഹം ഒക്കെ
അനുഭവത്തിലൂടെ രുചിക്കുവാൻ യേശുവിനെ അറിയുക. വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയുടെ മുമ്പിൽ നാം ഒരുമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ യേശു ഇപ്പൊ എവിടെ? സ്വർഗത്തിൽ. എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? അതാണ് വിഷയം. നമ്മുടെ ദേഹിയുടെ രക്ഷ നടന്നുകൊണ്ടിരിക്കുന്നു. അടിസ്ഥാനപരമായ വേദോപദേശ സത്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കിടുന്നത്. തുടർച്ചയായി വചനം കേൾക്കുന്നവർക്ക് ഇത് മനസ്സിലാവും. അല്ലാത്തവരും ശ്രദ്ധിച്ചാട്ടെ പ്ലീസ്. ക്രിസ്തുവിനെ രക്ഷകന്റെ നാഥനുമായി സ്വീകരിച്ചവർക്ക് വേണ്ടി ക്രിസ്തു പക്ഷപാതം ചെയ്യുന്നു. വായിച്ചത് ഓർക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ അവൻ ജീവിക്കുന്നു. അപ്പൊ യേശു ക്രിസ്തുവിലൂടെ ദൈവത്തിലേക്ക് വരുന്ന, രക്ഷിക്കപ്പെടുന്ന ഈ പാപികൾക്ക് വേണ്ടി യേശു ഇപ്പൊ പക്ഷപാതം ചെയ്യുകയാണ്. 1 യോഹന്നാൻ 2:1. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. നിങ്ങൾ അഥവാ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അതായത് കർത്താവിനെ സ്വീകരിച്ചു, ഞാനൊരു പുതിയ മനുഷ്യനായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, ഞാൻ മദ്യപാനം നിർത്തുന്നു, ഞാൻ ദുർനടപ്പ് വിടുന്നു, ഞാൻ ലോകത്തിന്റെ പാപ വഴികളെയും വിഗ്രഹാരാധനയും വിടുന്നു, ഞാൻ യഥാർത്ഥത്തിൽ യേശുവിനെ മാത്രം ഇനി ആരാധിക്കും, യേശുവിനോട് മാത്രം പ്രാർത്ഥിക്കും ഇന്നൊക്കെ തീരുമാനം എടുത്തു. പക്ഷെ പിറ്റേ ദിവസം ഒരു വഴക്കുണ്ടായി, ആവശ്യമില്ലാത്തതൊക്കെ ഇടപെട്ടു, ഒരാൾ നിർബന്ധിച്ചു, കള്ളുപിടിച്ചു പോയി. ഇങ്ങനെയൊക്കെ കുഴഞ്ഞു മറിഞ്ഞ് അനേക ആളുകൾ എൻ്റെ അടുക്ക് വന്നിട്ടുണ്ട്. സുഹൃത്തുക്കളെ, പേടിക്കണ്ട. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. 1 യോഹന്നാൻ 2:1. അഥവാ പാപം ചെയ്താലോ ക്രിസ്തു നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ ഉണ്ടെന്ന്. അപ്പൊ ക്രിസ്തു ഇപ്പൊ എന്ത് ചെയ്യാന്നറിയാവോ? പാപപരിഹാരയാഗം വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടി അവൻ സപ്പോർട്ട് ചെയ്യുന്നു, പക്ഷപാതം ചെയ്യുന്നു. ഒരു കോടതിയിൽ ഒരു അഡ്വക്കേറ്റ് എനിക്ക് വേണ്ടി ഹാജരാകുന്നത് പോലെ രക്ഷിക്കപ്പെട്ട നിങ്ങൾക്ക് വേണ്ടി യേശു ഇപ്പൊ പിതാവിന്റെ സന്നിധിയിൽ നിൽക്കുന്നു എപ്പോഴും. അതുകൊണ്ട് ഇഷ്ടം പോലെ പാപം ചെയ്തോളാനല്ല, ജീവിതത്തിലെ അറിവില്ലായ്മകളെയും തെറ്റുകുറ്റങ്ങളെയും അതാത് ദിവസം കർത്താവിനോട് ഏറ്റു പറഞ്ഞാൽ നിങ്ങൾക്കൊരു ജയമുള്ള ജീവിതം നയിക്കാൻ പറ്റും. പാപത്തിന്മേൽ ജയം അവൻ തരും, ശാപത്തിന്മേൽ ജയം അവൻ തരും, പിശാചന്മേലും എല്ലാ ലോകശക്തികളുടെ മേലും യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജയം തരും. യേശു ഇപ്പോൾ എവിടെ? സ്വർഗത്തിൽ. എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? രക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു.